മനസ്സിലുണ്ടോ മാക്സിലുണ്ട്. മാക്സ് വെഡിംഗ് സെന്റർ, പട്ടാമ്പി, കുട്ടനാട്, കൊപ്പം ആൻഡ് കാച്ചേരി. മലപ്പുറം ജില്ലയിലെ സൈനികരുടെ കൂട്ടായ്മയായ മലപ്പുറം സൈനിക കൂട്ടായ്മ 5ാം വാർഷികവും 4ാം കുടുംബ സംഗമവും സംഘടിപ്പിച്ചു. മലപ്പുറം പാരീസ് ഹാളിൽ നടന്ന പരിപാടി പി ഉബൈദുള്ള MLA ഉദ്ഘാടനം ചെയ്തു. വയനാട് ദുരന്തത്തിൽ സേവനം ചെയ്ത സന്നദ്ധ വളണ്ടിയർമാരെയും ചടങ്ങിൽ ആദരിച്ചു. ഇന്ത്യൻ സൈന്യത്തിൽ നിന്ന് വിരമിച്ചവരുടെയും നിലവിൽ സൈനികരായി സേവനം ചെയ്യുന്നവരുടെയും കൂട്ടായ്മയാണ് മലപ്പുറം സൈനിക കൂട്ടായ്മ. രാജ്യത്തിനു വേണ്ടി സേവനം ചെയ്ത ശേഷവും സജീവമായി കർമ്മനിരതരാകുന്ന ഈ സംഘം നിരവധി ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. വയനാട് ദുരന്ത മേഖലയിൽ ജീവകാരുണ്യ രക്ഷാപ്രവർത്തനങ്ങളിൽ സംഘടന സജീവമായിരുന്നു. സംഘടനയുടെ 5ാം വാർഷികത്തോടനുബന്ധിച്ചാണ് കുടുംബ സംഗമം സംഘടിപ്പിച്ചത്. മലപ്പുറം പാരീസ് ഹാളിൽ നടന്ന പരിപാടിയുടെ ഭാഗമായി വയനാട് ദുരന്തത്തിൽ സേവനം ചെയ്ത സന്നദ്ധ വളണ്ടിയർമാരെ ആദരിച്ചു. പി ഉബൈദുള്ള MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. വലിയ രീതിയിൽ സംഭാവന ചെയ്തിട്ടുള്ള സൈനിക വിഭാഗം ജനങ്ങൾക്കിടയിൽ ഐക്യവും സൗഹൃദവും സാഹോദര്യവും ഊട്ടി വളർത്തുന്നതിൽ വലിയ പങ്കാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അതിന് പ്രസക്തിയുണ്ട് എന്ന് ഞാൻ പറയാൻ നിൽക്കുന്നതാണ്. ജനങ്ങൾക്കിടയിൽ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ അതിർവരമ്പുകൾ തീർക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പേരിൽ മറ്റും സംഘടനാപരമായി ചെയ്യുന്നതിൻ്റെ പേരിൽ ജനങ്ങൾക്കിടയിൽ വിഭാഗീയതയും ശൈഥില്യവും ഉണ്ടാക്കാൻ ശ്രമം നടത്തുന്ന കാലഘട്ടം. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ കക്ഷി രാഷ്ട്രീയത്തിനും ജാതി മത ചിന്തകൾക്കും അതീതമായി മാനവിക ഐക്യത്തിൻ്റെ പ്രാധാന്യം ഉയർത്തിപ്പിടിച്ച് രാജ്യത്തിന് വേണ്ടി വലിയ രീതിയിൽ സംഭാവന അർപ്പിച്ചിട്ടുള്ള പ്രിയപ്പെട്ട സൈനികർക്ക് താലൂക്ക് ദുരന്ത നിവാരണ സേന TDRFിനു വേണ്ടി പ്രദീപ് പാമ്പലത്ത്, ഉമറലി ശിഹാബ്, മഠത്തിൽ അബ്ദുൽ അസീസ്, ട്രോമ കെയറിന് വേണ്ടി അബ്ദുൽ മജീദ്, ബ്ലഡ് ഡൊണേഷൻ കേരളയ്ക്ക് വേണ്ടി അഫ്സൽ തലപ്പാറ, കേൽട്ടൺ ഓഫ് റോഡ് ക്ലബിനു വേണ്ടി മാലിക് സാദ്, മലപ്പുറം ഡിവിഷൻ സിവിൽ ഡിഫൻസിന് വേണ്ടി അനൂപ് തുടങ്ങിയവർ സൈനിക കൂട്ടായ്മയുടെ ഉപഹാരവും പ്രശംസാപത്രവും ഏറ്റുവാങ്ങി. ബീരാൻകുട്ടി പൊന്നാട് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. രാധാകൃഷ്ണൻ കക്കോവ്, മജീദ് നെല്ലിക്കുത്ത് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.